ഫുഡ് 1 2 3 ദോശ. ഞാൻ മസാല ദോശ. ബീഫ് ഞാൻ ബിരിയാണി. ഡോഗ് ബ്രീഡ് 1 2 3 ലാബ്രഡോർ. ഇത് മരപ്പട്ടി മരപ്പട്ടി ഒരു dog അല്ലേ? സൂപ്പർ ഹീറോസ് 1 2 3 സ്പൈഡർമാൻ. മിന്നൽ മുരളി. എടാ ഞാൻ സൂപ്പർമാൻ. ആര് ശാന്തരമാൻ എന്ന് പറഞ്ഞു? നമ്മുടെ Gokul is a very അമേരിക്കൻ അല്ലേ? no. It's British. Come on. Spanish. So to say about Sri Rag, he's always like and I think that is a very good trait about him. In the French Active person in the Stark Singer family. എന്താ അമേരിക്കൻ ആക്സന്റിലോ? I honestly never thought that I would have this kind of amazing friends from such a platform. BBC-യുടെ ശരിക്കും അമേരിക്കൻ സ്ലാങ്ങില. ഇനി ഞാനേ ഒരു ചാലഞ്ചാണ്, ഒരു ഗെയിം കളിക്കാം നമുക്ക്. ആ 2 ചാലഞ്ചിന്റെ ഏത് ആദ്യം വേണ്ടെന്ന് പറഞ്ഞാൽ മതി. ജിങ്സ് ചാലഞ്ചും ഉണ്ട്, ആക്ടിങ് ചാലഞ്ചും ഉണ്ട്. അതെന്ത് ചലഞ്ച് അത് പറയാം? ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഫുഡ് എന്ന് പറയുമ്പോൾ 1 2 3 എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ 4 പേരും ഒരുമിച്ച് എന്താണ് നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ഫുഡ് എന്ന് അപ്പൊ പറയുന്നത്. അവർക്കൊക്കെ ഒരുമിച്ച് മറ്റേ ജിൻസ്. അപ്പൊ ഒരു മോക്ക് കാണിക്കുകയാണെങ്കിൽ ഫുഡ് 1 2 3 ബിരിയാണി. അയ്യേ. ഒന്നും കൊള്ളില്ല. ഇഡ്ലി. മാക്സിമം മാക്സിമം 1 വേർഡ് ഉത്തരം പറഞ്ഞോ. മറ്റേ പൊറോട്ടയും ബീഫും എന്നൊക്കെ പറയുമ്പോഴത്തേനും അവര് തീർത്തു പോകും. വെജ്ജാ. എന്നെ ഓർക്കണം അല്ലേ? അപ്പൊ നമ്മൾ ഞങ്ങളിങ്ങനെ ആലോചിച്ച് പറയണോ അവൻ എന്ത് പറയുമെന്ന്? അങ്ങനെയൊന്നുമില്ല, അല്ലല്ല. നിങ്ങളൊക്കെ പറഞ്ഞാൽ മതി നിങ്ങളുടെ മനസ്സിലല്ലേ. ചിലപ്പോ സിങ്ക് ആവും, ചിലപ്പോ സിങ്ക് ആവും. മിക്കവാറും ആവില്ലട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ തുടങ്ങട്ടെ. ആദ്യം തന്നെ ഫുഡ് 1 2 3 മസാല ദോശ. എടാ നീ എന്താ പറഞ്ഞേ? ദോശ. ഞാൻ മസാല ദോശ. ബീഫ് ഞാൻ ബിരിയാണി. ബിരിയാണി. ഞാൻ പോലും ദോശ. ഓക്കെ ഓക്കെ. ഡോഗ് ബ്രീഡ് 1 2 3 ലാബ്രഡോർ. ഇത് മരപ്പട്ടി മരപ്പട്ടി ഒരു dog അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഫോൺ 1 2 3 iPhone. നോക്കിയ. അല്ലെങ്കിൽ ശ്രീരാജ് കുറച്ച് ഇഷ്ടമുള്ള മനുഷ്യനാണ്. അപ്പൊ അവരത് നമ്മള് 4 പേര് ഐഫോണാ. ഇനി അടുത്തത് സൂപ്പർ ഹീറോസ് 1 2 3 എന്താ? മിന്നൽ മുരളി. മിന്നൽ മുരളി, വണ്ടർ വുമൻ. മലയാളം പഠിക്കണം. മലയാളികളെ കയ്യിലെടുക്കാനുള്ള പരിപാടിയല്ലേ? പിന്നെ ഞാൻ സൂപ്പർമാൻ. സൂപ്പർമാൻ. എടാ ഞാൻ സൂപ്പർമാൻ. ആര് ശാന്തരമാൻ എന്ന് പറഞ്ഞു? നമ്മുടെ ഞാൻ സൂപ്പർമാൻ. ഓക്കെ. സാരി 1 2 3 കാഞ്ചീപുരം. ചിത്ര ചേച്ചി അമ്മ. അമ്മ ഒരു സാരി. സാരി ഒരു പ്ലാൻ ഉണ്ട്. ഓക്കെ. ഇളയരാജ 1 2 3 ഇളയനില. എനിക്ക് ശ്രീരാഗ. എനിക്ക് രാജസാർ എന്ന് പറഞ്ഞാൽ എനിക്ക് ശ്രീരാഗിനെ ഓർമ്മ വരുള്ളൂ. ഇളയനില. ഒന്നും പറഞ്ഞില്ല. ഇവൻ കൊറേ ഓർത്തു. രാജസാർ എന്ന് രാജസാർ എന്ന് പറയുമ്പോൾ ഞാൻ ശ്രീരാഗെന്ന് പറഞ്ഞു. ഞാനും ശ്രീരാഗ്. എന്നാ ഞാനും ശ്രീരാഗെന്ന് പറയാൻ വേണമെങ്കിൽ അതെ. ശ്രേയ ഘോഷാൽ 1 2 3 അമൃത. അയ്യോ അരിജിത് സിംഗ് അല്ലേ? എനിക്ക് അമൃതേനെ ഓർമ്മ. അമൃതയോ? നമ്മുടെ കണ്ടസ്റ്റന്റ്. ആ ഓക്കെ. അത് ചീറ്റി. അത് ചീറ്റിപ്പോയി. ഇല്ല കുഴപ്പമില്ല. KS ചിത്ര 1 2 3 ഞാൻ അമ്മ എന്ന് പറഞ്ഞു. എടാ അന്തം വിട്ടിരുന്ന ചവിട്ട് ഞാൻ നോക്കി. കാർമുകിൽ പറഞ്ഞ നിനക്ക് എന്താ പറഞ്ഞേ? ഞാൻ ഒന്നും പറഞ്ഞില്ല. അവൻ ഒന്നും കൂടി ചോദിക്കാന്നാല്. KS ചിത്ര 1 2 3 സ്റ്റാർ സിംഗർ. പറയൂ. അയ്യോ ഞാൻ അമ്മ എന്ന് പറഞ്ഞു. എനിക്ക് വേറെ കിട്ടുന്നുണ്ട്. ഈ സീറ്റിംഗ് ശരിയില്ല. ഞാൻ പറഞ്ഞത് പറ്റൂല. വിധു പ്രതാപ് 1 2 3 ശ്രീരാഗെ ഉത്തരം പറഞ്ഞോ. ആ മടി മടിയായി തുടങ്ങിയിട്ടുണ്ട്. സിത്താര 1 2 3 അപ്പുറത്തെ ഓണർ. ചിരാത് സിംഗിൾ പറ. തുടക്കത്തിൽ നിങ്ങൾക്ക് നല്ല ഇതുണ്ടായിരുന്നല്ലോ. ഓക്കെ. ഇനി പാഷൻ 1 2 3 എനിക്ക് പാഷൻ എന്ന് പറയുമ്പോ ഓർമ്മ വരുന്നതാണ്. ഞാനും കണ്ട് മ്യൂസിക് നീ എന്താ പറഞ്ഞു? നീ പറഞ്ഞു. കളർ 1 2 3 നീ ബ്ലാക്കാണോ? അതെ നീ ബ്ലാക്കാ. ഞാൻ റെഡ് പറഞ്ഞു. ശ്രീ എന്ന് പറയുന്നത് ഞാൻ ബ്ലാക്കാ പറഞ്ഞത്, പക്ഷെ എനിക്ക് ബ്ലൂ ആണ്. ബ്ലറായി പോയത്. ഓക്കെ. അടുത്തത് മ്യൂസിക് 1 2 3 അങ്ങനൊന്നും ചോദിക്കരുത്.
കൊറേ മ്യൂസിക് വെച്ചൊന്നുമില്ല, പ്രത്യേകിച്ച് മ്യൂസീഷ്യൻസിന്റെ അടുത്ത്. നമുക്ക് ഇങ്ങനെ പറയാം, അതായത് ഇപ്പൊ പാഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നത്തിങ് നോ. Nothing but wins. ഇൻട്രോവേർട്ട് 1 2 3. ശ്രീരാഗ് ഇല്ല, ശ്രീരാഗ് ഇൻട്രോവേർട്ട് അല്ല, ആംബിവേർട്ട് അവൻ ആംബിവേർട്ടാ. അല്ല, ഇവൻ എക്സ്ട്രോവേർട്ടാ. എക്സ്ട്രോവേർട്ട് ആണോ? എക്സ്ട്രോവേർട്ട് അല്ല, എക്സ്ട്രോവേർട്ട് ആണോ? ഇവന് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാനും ഇടപെടാനും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. വർഷ 1 2 3. ഒന്നുമില്ലാന്നൊക്കെ നീ എന്താ പറയുന്നത്? പവർ. ആ പിന്നെ കാരണം ഞാൻ അടിപൊളി പറഞ്ഞു. ഞാൻ ബ്യൂട്ടിഫുൾ. ആ ഇനി നീ എന്താ പറയുന്നത്? ചുമ്മാ പൊരിയും ഇവിടെ പൊരി നിന്നോണ്ടിരിക്കുന്നതാണ്. ആ തൃശ്ശൂരില് പൊരി എന്ന് പറഞ്ഞ അടിപൊളി. നീ എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞ പവർ, ഭയങ്കര എനർജറ്റിക്. എനിക്കറിയാം എന്റെ എനർജി. സബർജില്ല അണ്ടിപ്പരിപ്പൊക്കെ ഓർമ്മ വരാം. ഇനി അവസാനത്തത് ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, അവസാനത്തെ ചോദ്യമാണ്. ഇപ്പൊ ഈ സ്റ്റാർ സിംഗർ സീസൺ 9 എന്ന് പറയുമ്പോൾ മനസ്സിലോട്ട് ആദ്യം ഓർമ്മ വരുന്ന ഒരു മുഖം ഏതായിരിക്കും? ഇപ്പൊ അരവിന്ദിന് ആരായിരിക്കും? നന്ദയ്ക്ക് ആരാണ്? എനിക്ക് സ്റ്റാർ സിംഗർ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് സർഗോ സാറിന്റെ, നമ്മുടെ ഷോ പ്രൊഡ്യൂസർ സർഗോ വിജയരാജ് സാറിന്റെ മുഖമായിരിക്കും ആദ്യം വരിക. കാരണം ഇത്രയും പിള്ളേരെ, ഇത്രയും തലർച്ച പിള്ളേരെ കൊണ്ടെടുക്കാന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര പണിയൊന്നുമല്ല. പിന്നെ ഷോനെ പറ്റി പറയുകയാണെങ്കിൽ മലയാളികൾക്ക് റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒറ്റ പേരേ ഉള്ളൂ, ഏഷ്യാനെറ്റും ഏഷ്യാനെറ്റും സ്റ്റാർ സിംഗറും. കാരണം ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയും. ഞാൻ മുമ്പത്തെ റിയാലിറ്റി ഷോയിൽ, മലയാളം റിയാലിറ്റി ഷോയിലുള്ള സമയത്ത് എന്നോട് ആൾക്കാരും ചോദിക്കുമ്പോൾ ഇങ്ങനെ എവിടെ കണ്ടു അപ്പം ഞാൻ അല്ല, അവരെൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നത് സ്റ്റാർ സിംഗറിലാണോ എന്ന് ചോദിക്കുന്നത്. കാരണം അവർക്ക് ആ ഒരൊറ്റ പേര് അവരുടെ തലയിൽ രജിസ്റ്റർ ആയിട്ടുള്ളൂ. വേറെ ഒരു റിയാലിറ്റി ഷോ പേര് അവർക്ക് അറിയില്ല. ഏത് റിയാലിറ്റി ഷോ ആണോ അത് സ്റ്റാർ സിംഗർ ആണെന്നുള്ളൊരു സാധനമാണ് അവരുടെ മനസ്സിൽ ഓൾറെഡി രജിസ്റ്റർ ആയിട്ടുള്ളത്. അപ്പോൾ അതാണ് സ്റ്റാർ സിംഗർ ഉണ്ടാക്കിയേക്കുന്ന ഒരു ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്രാൻഡ്. അതാണ് ഇത്രയും വലിയൊരു സക്സസ് ആക്കുക എന്ന് പറയുന്നത് സർഗോ സാറിനെ സമ്മതിക്കേണ്ടതാണ്. അല്ല, ഇത് തന്നെയാണ് സ്റ്റാർ സിംഗർ എന്ന് പറയുന്നത് തന്നെ വലിയൊരു ബ്രാൻഡാണ്. ചിത്രാമ്മ തന്നെ നമ്മുടെ ഷോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ വേദിയിൽ നിന്ന് എല്ലാവരും ആ ഒരു മേഖലയിൽ മികച്ചതായിട്ട് വന്നിട്ടേ ഉള്ളൂ. കാരണം അത്രയ്ക്കും ബ്ലെസ്ഡ് ആണ് ആ വേദി എന്ന് പറയുന്നത്. ഇത്രയും ടീച്ചേഴ്സും ചിത്രാമ്മേനെ പോലെയുള്ള അല്ലെങ്കിൽ അത്രയും അറിവും എക്സ്പീരിയൻസും ഉള്ള മെൻറ്റേഴ്സും ടീച്ചേഴ്സൊക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ അതിൻ്റെ ഭാഗം ആകാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു പ്രിവിലേജുമാണ്, വലിയൊരു ഭാഗ്യമാണ്. പിന്നെ ഇത്തരത്തിലുള്ളൊരു ഹ്യൂജ് ഷോയിനെ കൊണ്ട് നടക്കുക, ഒരുമിച്ച് ഇത്രയും ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുക, അതുപോലെ രാവിലെ തന്നെ ഷോ തുടങ്ങുക, രാത്രി തന്നെ ഷൂട്ട് തീർക്കുക, എല്ലാവർക്കും വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുക എന്ന് പറയുന്നത് പ്രീവിയസ് റിയാലിറ്റി ഷോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അത് അറിയാൻ പറ്റും. അത് അങ്ങനെ കൊണ്ടുപോകാന്ന് പറയുന്നത് അത് ചെറിയൊരു ടാസ്ക് അല്ലേ. എനിക്ക് ഏറ്റവും പറയാതിരിക്കാൻ പറ്റില്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ട് സർഗോ സാർ നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ കൊണ്ടുവന്നു. അതായത് എനിക്കറിയില്ല വേറെ ഏതെങ്കിലും റിയാലിറ്റി ഷോയിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതെനിക്കൊരു ഭയങ്കര ഹ്യൂജ് സ്റ്റെപ്പായിട്ടാണ് തോന്നിയത്. കാരണം ഇത്രയും മെൻ്റൽ ഹെൽത്തും മെൻ്റൽ വെൽബീയിങ്ങും ഇമോഷണൽ വെൽബീയിങ്ങിനെയും പറ്റി ഇത്രയും അവെയറായിട്ട് നിൽക്കുക എന്ന് പറയാൻ ഒരാൾക്കും എനിക്ക് തോന്നുന്നില്ല അത്രയും എളുപ്പത്തിൽ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ എളുപ്പത്തിൽ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്ന ഒരാൾക്കും അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റിനെ കൊണ്ടുവരിക, അതുപോലെ ഓരോ കണ്ടസ്റ്റൻറ്റിനും ഇത്രയും പ്രഷറുണ്ട്, ഓരോ ദിവസം കഴിയും തോറും ഓഡിയൻസിൻ്റെ നമ്പർ വർദ്ധിച്ചു വരികയാണ്, നമ്മൾ പാട്ട് പാടുന്ന രീതി നമ്മൾ ഇത്രയും ബെറ്റർ ആവാണ്, ആൻഡ് പീപ്പിൾ ആർ ഹാവിങ് എ ക്ലോസ് വാച്ച് ഓൺ us. അപ്പം നമ്മുടെ ഓരോ മൂവ്മെൻറ്റും ആൾക്കാർ ഇത്രയും സൂക്ഷ്മതയോടെയാണ് നോക്കുന്നതും നമ്മൾ അതിനനുസരിച്ച് പെർഫോമും ചെയ്യണം. സോ നമുക്ക് ഉണ്ടാവുന്ന പ്രഷർ എന്താണെന്ന് സാറ് മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റിനെ കൊണ്ടുവന്നത്. സോ ഇതിൻ്റെ ഈ ഷോ സക്സസ് ആവാൻ ഉള്ളൊരു വലിയൊരു കാരണം, വലിയൊരു ഘടകവും ശരിക്കും പറഞ്ഞാൽ സാറ് തന്നെയാണ്. സാറും സാറിൻ്റെ ക്രൂവും എല്ലാം. ഓക്കെ, ഇനിയിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പൊതുവേ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ, തുടക്കത്തിൽ എല്ലാവരും ഭയങ്കര ഫാൻ ബേസ് ആയിരിക്കും, ഭയങ്കര ഇഷ്ടം എന്നൊക്കെ പറയും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പറയുമോ അവർക്ക് അഹങ്കാരമായി. അങ്ങനത്തെ ഒരു സാധനം നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഇവിടെ വന്നതിന് ശേഷം? ഉണ്ടോ? എന്ത് സംബന്ധിച്ച് അങ്ങനെ കാണിച്ചാ? എനിക്ക് സംശയമുണ്ട്. ഇല്ല പറ. എനിക്കൊരു കമന്റാ വന്നത്, മറ്റേ അമൃതമായിന് ഫുള്ള് കിട്ടി, ഗോൾഡ് സ്റ്റാർ കിട്ടി. അത് കഴിഞ്ഞ് എൻ്റെ ഒരു പാട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ വേൽമുരുക എന്ന് പറയുന്ന പാട്ടായിരുന്നു. വേൽമുരുക എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ പെർഫോം ചെയ്യുന്ന സമയത്ത് സ്റ്റേജ് ആക്ച്വലി നമ്മളുടെ ആണെന്ന്
വിചാരിച്ചാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അങ്ങനെ പെർഫോം ചെയ്ത് ചിലപ്പോൾ എൻ്റെ എക്സ്പ്രഷനൊക്കെ ഒരു ചെറിയൊരു വേണേ അങ്ങനെ പോടാ പറ്റി മറ്റേ ഇങ്ങനെയൊക്കെ ഇവന് ഞാൻ ആദ്യം ഇങ്ങനെ സംഭവം ഇവന്റെ ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഞാനും നന്ദിയും അടുത്തറിയാവുന്നവരെ വിചാരിക്കാം. നമ്മള് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഇപ്പൊ ഇവളുടെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഇവളുടെ ഒരു ഫ്രണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് ഞാൻ അത്രയും നേരം അവരോട് സംസാരിച്ച പോലെ ആയിരിക്കില്ല സംസാരിക്കുക. ഞാൻ ചിലപ്പോ ഒന്ന് ഒതുങ്ങും, എനിക്ക് അങ്ങനെ പറ്റുള്ളൂ. പക്ഷെ ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇങ്ങനെ 3 പേര് സംസാരിക്കുന്നു, ഇതിൽ ഒരാളുടെ ഫ്രണ്ടായിരിക്കും ഇവൻ വന്നാ അയാളോട് സംസാരിക്കുന്ന ഇവൻ നോർമലായിട്ട് ഇവൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇവൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇവൻ എല്ലായിടത്തും ഒരുപോലെയാണ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഇവനെ കാണുന്ന ഒരാൾക്ക് ആദ്യം പരിചയപ്പെടുമ്പോ ഇങ്ങനെ ചാടി കളിക്കുന്നത് എന്നൊക്കെ തോന്നുമായിരിക്കും, മനസ്സിലായോ? പക്ഷെ ഭയങ്കര അവൻ എല്ലായിടത്തും ഓജിയാണ്. എല്ലായിടത്തും എവിടെയും പല സ്ഥലത്തും പല രീതിയിൽ പെരുമാറുന്ന ഒരാളല്ല. അതുകൊണ്ട് തോന്നുന്നതായിരിക്കാം. അല്ല അപ്പൊ ഞാൻ പറഞ്ഞു നിൽക്കുന്നില്ല. അല്ല ഞാൻ പറഞ്ഞെന്ന് വെച്ചാ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോഴേ ഈ മുഖത്ത് ചിലപ്പോ ഒരു ആ പെർഫോമൻസിൻ്റെതായ ഒരു ചില ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ചിലപ്പോ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, പ്രേക്ഷകർ കേൾക്കണം, അറിയണം. അതായത് ഇവന്റെ മറ്റേ ജൂംബറാബർ എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ, അതിലും കളിക്കുകയാണല്ലോ. അപ്പൊ ഇതില് ഒരു കമന്റ് ഞാൻ കണ്ടു, ഇത് മുന്നേ പാടി പിന്നെ ലിപ്സിങ് ചെയ്യുമ്പോഴല്ലേ ഈ കിടന്ന് ചാടുന്നത്, പാടുമ്പോ മര്യാദക്ക് സൂക്ഷിച്ച് പാടിയതായിരിക്കില്ലേ, ഇപ്പൊ എന്തിനെങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു കമന്റ് ഉണ്ട്. പാടുമ്പോ ചാടുന്നതാണ് പ്രേക്ഷകർ, ഇവ പാടുമ്പോ ചാടുന്നതാണ്. ഇവ പാടുമ്പോ ചിലപ്പോ ടിവിയിൽ കാണുന്നൊക്കെ കൂടുതൽ ചാടിണ്ടാവും. കട്ട് ഇവ ഫുൾ ടൈം ചാടിക്കൊണ്ട് തന്നെയാണ് പാടുന്നത്. അങ്ങനെ പറ്റുമോ ചോദിച്ചാൽ പറ്റും, നിങ്ങൾ വന്ന് കണ്ടു നോക്കൂ. അവൻ പാടുമ്പോ തന്നെയാണ് ചാടുന്നത്. അതാണ് സത്യമാണ്. കാരണം ഇവര് പെർഫോം ചെയ്യുന്നത് ഒറിജിനൽ തന്നെ, നമ്മൾ വെറുതെ ഒറിജിനൽ ആണ്. ഇവരൊക്കെ വൻ പെർഫോമേഴ്സ് ആണ്. അപ്പൊ പെർഫോം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ടെൻഷനിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ ഞാൻ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോ ചേച്ചി ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ എന്റെ മുഖത്ത് ചിരിയൊന്നും ഉണ്ടാവില്ല. ഞാൻ ആ ടെൻഷനിൽ ഇങ്ങനെ ഏത് പാട്ടാണ് പാടുന്നത്, ഞാൻ അടുത്തായിട്ട് വേൽമുരുക എന്ന് പറയുന്ന പാട്ടാണ്, മുഖത്ത് ചിരിയൊന്നും ഉണ്ടാവില്ല. ആ ടോണും ചിലപ്പോൾ ഒരു ഇത്തിരി റൂഡായിട്ടുള്ള ടോണായിരിക്കും. പക്ഷെ ഞാനത് വേണമെന്ന് വെച്ച് പറഞ്ഞല്ല. അപ്പൊ അത് കണ്ടിട്ടായിരിക്കാം 2-3 പേര് ഇത്തിരി അഹങ്കാരം വന്ന പോലെ തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ പെർഫോമൻസ് നല്ല പറഞ്ഞ ആൾക്കാർ തന്നെ ഇത്തിരി ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, അങ്ങനെ പറഞ്ഞു പറയുന്ന ചേച്ചി ചോദിച്ചോണ്ട് അങ്ങനെ ചെറിയൊരു കുറച്ച് വന്നു. അല്ല ഒരിക്കലും കുറ്റപ്പെടുത്തുന്നതല്ല, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എന്റെ സൈഡ് ഞാൻ അവരെ ബോധിപ്പിക്കുക, ഇങ്ങനെയല്ല ഇപ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് നന്ദയ്ക്കും ആ ഒരു സാധനം ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ടാവില്ലേ? കാരണം പൊതുവേ ഇപ്പം നമുക്കൊരു പേഴ്സണാലിറ്റി, ഇപ്പൊ നന്ദനെ പറ്റി പറയുകയാണെങ്കിൽ നന്ദയ്ക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്. നന്ദ ഭയങ്കര, ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അറിവുള്ള കുട്ടിയാണ്. ആണ്. പിന്നെ ഇപ്പൊ നന്ദന്റെ ലുക്സ് ആണെങ്കിലും തന്നെ നന്ദ ഭയങ്കര സുന്ദരിയാണ്. അതേപോലെ തന്നെ ഡ്രസ്സിങ് ആണെങ്കിലും അങ്ങനെ നല്ല സെൻസ് ഉള്ള ഒരാളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ആവുമ്പോ ചിലപ്പോ നമുക്ക് കുറച്ച് ശത്രുക്കൾ കൂടുമല്ലോ, ഇല്ലേ? ഞാൻ പറഞ്ഞല്ലോ, എന്നെ ആൾക്കാർക്ക് യൂഷ്വലി ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. പക്ഷെ ഞാൻ അത് വെച്ചിട്ടല്ല ഞാൻ പെരുമാറാറ്. അതായത് ഇവനിപ്പോ ഓഡിഷന് കണ്ടപ്പോഴത്തേക്കും ഞാനൊരു ഹായ് എൻ്റെ പേര് നന്ദ, ഞാൻ ഇങ്ങനെയാണ് പെരുമാറുക. പക്ഷെ ഇവൻ മറ്റേ ശരി ഈ സാധനമാണ് ഇവൻ പരിചയമില്ലെങ്കിൽ ഇവൻ അങ്ങനെ സംസാരിക്കാറ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ അങ്ങനെ ഒരു ഇത് വെച്ചിട്ട് സംസാരിക്കാറൊന്നുമില്ല. പക്ഷെ എനിക്കറിയാം ആൾക്കാർക്ക് എന്നെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല ഒരു സാധനം. സോ ഞാൻ എപ്പോഴും ജോളിയായിട്ട് തന്നെ ഇരിക്കാറ്. പക്ഷെ എന്താ പറയുക, സ്കൂളിലാണെങ്കിലും എന്നെ അധികം ആർക്കും താല്പര്യമില്ല. അത് ഗുഡ് റീസൺ ഉണ്ട്, ബിക്കോസ് ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചില്ലെങ്കിൽ പേരെഴുതും, ആ സെറ്റപ്പ് ആയിരുന്നു ഞാൻ. അതായത് എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായില്ല. അല്ല ഞാൻ അങ്ങനെയായിരുന്നു സ്കൂളിൽ. സോ അപ്പൊ എന്നെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു സ്കൂളിൽ, സത്യമായിട്ട് പറയാണ്. ആർക്കും ഇഷ്ടമായി. എനിക്ക് ഹേറ്റ് ക്ലബ് ഒക്കെ ഉണ്ടായിരുന്നു, VKP എന്നൊക്കെ പറഞ്ഞിട്ട്. ആണോ? പക്ഷെ എനിക്കങ്ങനെ എന്നെ ഇഷ്ടപ്പെടണം എന്നുള്ള സാധനമൊന്നുമില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് അത്രയും നമ്മൾ ഭയങ്കര ലിബറേഷൻ കണ്ടെത്തുന്നൊരു ഇതാണ് എനിക്ക്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അധികം ആൾക്കാരുടെ എക്സ്പെക്ടേഷൻസിന് നമ്മൾ നിൽക്കണ്ടല്ലോ, ആ ഒരു സാധനം. പിന്നെ കോളേജിലാണെങ്കിലും എന്നെ ആൾക്കാർക്ക് വലിയ താല്പര്യമില്ല, ജാടയാന്ന് പറയും എല്ലാവരും, ഫൈൻ. പക്ഷെ ഞാൻ ചിരിച്ചിട്ടാണ് എപ്പോഴും എല്ലാവരുടെ അടുത്ത് സംസാരിക്കും, ഞാൻ അങ്ങനെയാണ്. ഞാൻ പറയാൻ പോണത് നമ്മുടെ നന്ദകുട്ടി പല ആക്സെന്റിൽ പല രാജ്യങ്ങളുടെ പല ആക്സെന്റിൽ സംസാരിക്കാൻ പോവാണ്. കേട്ടുള്ളത് റെഡി 1 2 3 സ്റ്റാർട്ട്. ഓരോരുത്തരും പറ്റി പറഞ്ഞാൽ മതി. ഫസ്റ്റ് ഏത് ആക്സെന്റ് വേണം? ഏത് ലക്ഷ്യം തുടങ്ങിക്കോ, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല അല്ലേ? ഗോകുലിനെ പറ്റി ബ്രിട്ടീഷ് ഗോകുൽ is a very
അമേരിക്കൻ അല്ലേ? No. It's British, come on. It's like, I don't know what to say about him. He's a very decent person, I think so. He's a person who's very helpful to others, and he has indeed helped me a lot. We sang together for many duets, and 2 duets actually. But it was incredibly comforting to sing with him, and I think it was a great experience. Spanish. So to say about Srirag, he's always like very encouraging, and he always speaks about people in a very positive way, and I think that is a very good trait about him. So, Good trait. Trait. very good trait about him, and you know, sometimes the Colombian accent helps. So yeah. Yeah, okay. ഇനി അടുത്തത് അരവിന്ദിനെ പറ്റിയിട്ട് എല്ലാം കുറവായിരുന്നു കേട്ടോ, by the way. അതിന് ശരിയായില്ല. കള്ളായിരുന്നു പക്ഷെ സത്യം. ഇറ്റാലിയൻ അറിയില്ല. ഫ്രഞ്ച് ഫ്രഞ്ച് പറയാം. ഫ്രഞ്ച്. To speak about Aravind, he's a very active person in the Star Singer family. It is always very nice to be with him. He's a very good person. He always wishes the best for everyone. So I feel very privileged to be, you know, sitting with these kind of incredible musicians. ഇൻക്രെഡിബിൾ ഇവിടെ എത്തി. ഇനി ഏതൊക്കെ ആക്സെന്റാ? American usually. അയ്യോ പ്രോത്സാഹിപ്പില്ല. പിന്നെ ഞാൻ എത്രല്ലേ പറഞ്ഞിട്ടുള്ളൂ? ഇല്ല നീ പിന്നെ പറയില്ലോ അറബിക്കോ. അറബിക് അറിയാം. അറബിക് ഒന്നും അറിയില്ല. ഗുഡ് മോർണിംഗ്. ഇനി ഇന്ത്യൻ ആക്സെന്റില് ഇവരെ, അതായത് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറഞ്ഞു, നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് അവിടെ അവസാനിപ്പിക്കാൻ. വെരി കച്ചറാസ്. I never thought I would have this. അങ്ങനെയാണ് പറയാൻ പോണേ. Indian ഇത് accent. ഇന്ത്യയിലാണല്ലോ. I never thought that I would അങ്ങനെ have. ഉണ്ടാക്കി. അല്ലെങ്കിൽ പറ്റി ബാംഗ്ലൂർ ഇംഗ്ലീഷ്. മുംബൈ ഇംഗ്ലീഷ്. ബാംഗ്ലൂർ അതെങ്ങനെ? എവരി പൊട്ടിക്കണടക്കി ഇങ്ങനെ എന്നൊക്കെ കൂടി ചേർത്ത് അല്ലെങ്കിൽ പൊട്ടിച്ചാൽ മതി. ടോക്ക് അബൌട്ട്. I never talk about this usually, but they are probably the best persons I've ever met in my life. എനിക്കറിയില്ല, ഇങ്ങനെയാണോ? അങ്ങനെയൊക്കെ തന്നെ ഏറെ. അതൊരു ശരിയായില്ല. എന്താ അമേരിക്കൻ ആക്സെന്റിലോ? I honestly never thought that I would have this kind of amazing friends from such a platform, and it feels incredibly wonderful to be in their presence, to learn their music, their perspective on life and music, their perspective on people. BBC-യുടെ ഇന്റർവ്യൂ. ശരി വരെ അമേരിക്കൻ സ്ലാങ്ങില. അമേരിക്കൻ. And if I have to talk about Varsha Chechi, Varsha Chechi is such an എന്നെ പറ്റിയ പറഞ്ഞ കേക്ക്. such അത് an കേൾക്കണ്ട. amazing person. പറഞ്ഞു. If I have to talk about Varsha Chechi, she is such a kind person. She always wishes the best for everyone, and she has such a positive attitude about everyone, about how to perform on the stage, അത് സത്യം. and she always encourages me to perform my best on the stage, and not just me, everyone on the set of Star Singer. And ഓഹോ, പൊളി. മൾട്ടി ടാലന്റഡ് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത് അല്ലേ? നമുക്ക് തന്നെ എന്തൊക്കെ ഐറ്റംസ് കയ്യിലെന്ന് അറിയാം. കണ്ണൊന്നും തട്ടണ്ട. എനിക്ക് അടുത്തായിട്ട് ചോദിക്കാനുള്ളത് നിങ്ങളുടെയൊക്കെ വിശ്വാസത്തെ പറ്റിയാണ്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് എന്റെ അടുത്ത് ഒരുത്തൻ എന്റെ പുറകുന്ന് വിളിച്ചു, കുപ്പി കളിക്കാൻ. അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞത്, ഓ പുറകുന്ന് വിളിച്ചു. അപ്പത്തേനും അവന്റെ അടുത്ത് പറയാം, ചേച്ചി കാറ് പോയി ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി, അപ്പൊ ഈ പുറകുന്ന് വിളിച്ചതിന്റെ മാറും. എന്റെ അച്ഛൻ പറയാം അങ്ങനെ, അച്ഛനും അമ്മമ്മയൊക്കെ പറയും. ഇപ്പൊ പൊതുവെ നമ്മള് എല്ലാരും പറയുന്നത് പാടുന്ന കുട്ടികൾക്കൊക്കെ എപ്പോഴും കയ്യിൽ ചരടുണ്ടാവും. ഇപ്പൊ ഞാൻ നോക്കുമ്പോ എല്ലാവരുടെ അതുകൊണ്ടല്ല നീ എന്തുണ്ടാ കിട്ടിയേ? അതുകൊണ്ടല്ല, ഇത് എനിക്ക് കെട്ടേണ്ടി വന്നു. അത് പാട്ടുമായിട്ട് ഒരു ബന്ധമില്ല. എന്റെ പാട്ടുമായിട്ട് ബന്ധമില്ല. ബേസിക്കലി വീട്ടുകാർക്ക് എന്താണെങ്കിലും ഉണ്ടാവും. ഇപ്പൊ നമ്മളിങ്ങനെ ടി വിയിൽ കാണുന്നു നിങ്ങളുടെ പെർഫോമൻസ്, അങ്ങനെ ഇങ്ങനെ കണ്ണു തട്ടുവോ? അപ്പൊ നിങ്ങൾക്കൊക്കെ അങ്ങനെ പേഴ്സണലി ഉണ്ടോ? അതായത് പറഞ്ഞ രക്ഷയൊക്കെ വേണമെന്നോ, അല്ലെങ്കിൽ കണ്ണ് തട്ടുന്നോ, അല്ലെങ്കിൽ നാക്ക് കരിനാക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ? എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല. ഇവനുണ്ട്, ഒരു വിശ്വാസമില്ല. കെട്ടിയതാണ് എനിക്ക് അങ്ങനെ പിന്നെ അമ്മയുടെ ഒരു
ആശ്വാസം എന്നുള്ള രീതിയിൽ ഞാൻ കൈ കെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊരു ഇപ്പം എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൽ പോയി തൊഴാൻ വേണമെങ്കിൽ രാവിലെ അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. പിന്നെ എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് നല്ലത് വരണം എന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്കും എന്തായാലും അവർ നല്ലത് തന്നെ വരുള്ളൂ. അല്ലാതെ മറ്റുള്ളൊരാളുടെ പാട്ട് മോശമാവണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കണം എന്ന് വിചാരിച്ചാൽ മനസ്സ് നന്നായി തന്നെ നമ്മുടെ പാട്ട് പകുതി സോർട്ടിലാണ്. ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ പാട്ടും പഠിക്കണം. അതെ, ഒന്നാമത്തെ പാട്ട് പഠിക്കണം.